സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ അന്തം കൊങ്ങികളാവാം, അന്തം കമ്മികളാവാം, അന്തം സംഘികളാവാം, ഏതവന്മാരാണെന്നുണ്ടെങ്കിലും നിൻ്റെയൊക്കെ കുരു പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയേ അല്ല. ഈ കേരളത്തിലെ ഒരു വസ്തുതയാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്കൊക്കെ വിരളി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏകദേശം ഒരു കാര്യമെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നത് ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തതിനെ പറ്റി പറയുമ്പോഴാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ടെന്നുള്ളത് സാരം. അത് നിങ്ങളുടെ പാർട്ടി ചെയ്യുന്നില്ല, പഴയ പാർട്ടി ഉണ്ടായിരുന്നവർ ചെയ്തു. എൻ്റെ പാർട്ടിയെന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പൊതുവേ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയും എനിക്ക് ഇന്ന പാർട്ടിയെന്നൊന്നുമില്ല. ആര് നല്ലത് ചെയ്യുന്നോ ഞാൻ അവരെ അംഗീകരിക്കും, ആര് മോശം ചെയ്യുന്നോ ഞാൻ അവരെ തെറിയും പറയും. അതെല്ലാ ആളുകളുടെയും ഒരു ഫ്രീഡമാണ്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് ഇത് പറയുമ്പോൾ എൻ്റെ വായ അടപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്ന മക്കളെ, നിന്നോടൊക്കെ തിരിച്ചു പറയാനുള്ള മറുപടിയും നല്ല രീതിയിൽ അറിയാം. എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന, ഇടതുപക്ഷ പാർട്ടിയെ ഇത്രയും അധികം ഉയരങ്ങളിലേക്ക് എത്തിച്ചൊരു മനുഷ്യൻ അത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്, അല്ലേ? ഇരട്ടച്ചങ്ങൻ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പേര് കൊടുത്ത് വിളിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം ഇത്രയും അധികം ഉയരങ്ങളിലെത്താനും ഇടതുപക്ഷത്തിന് ഇത്രയും അധികം സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കാനും ഈ കേരളത്തിൽ ഇത്രയും അധികം മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സഹായകമായ ഒരു പ്രധാന ഘടകമെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ ആ മനുഷ്യനെ തോൽപ്പിച്ച നന്ദിയില്ലാത്ത ജനങ്ങളെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നന്ദിയില്ലാത്തവന്മാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു പിണറായി വിജയനെ തോൽപ്പിച്ചതിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു അഭ്യൂഹം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പ്രതിപക്ഷ നേതാവായിട്ട് പാർട്ടി തീരുമാനിച്ചു എന്ന് പറയുന്ന പോസ്റ്റുകളൊക്കെ വന്നു. അതിന് പിന്നാലെ വലിയ മെഴുകലുകളൊക്കെയാണ് പല തലങ്ങളിൽ കൂടി വരുന്നത്. അതായത് പത്തനംതിട്ടയിലുള്ള ഇവരുടെ CPM-ൻ്റെ ഓഫീസിൽ നിന്നും അതേപോലെ പലയിടങ്ങളിൽ നിന്നും വലിയ അതൃപ്തിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വേണ്ട. കാരണം പിണറായി വിജയൻ കാരണമാണ് 35 MLA-മാർ വരെ തോറ്റുപോയത്, 35 മന്ത്രിമാർ വരെ തോറ്റുപോയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെയും പിണറായി വിരുദ്ധത കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അധികം വോട്ടുകൾ പോയത്, സീറ്റുകൾ പോയതും ഇനിയും അതുകൊണ്ട് പിണറായി വിജയനെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് കുട്ടിസംഖ്യകളും അവരുടെ മുകളിലിരിക്കുന്ന കുട്ടി കൊങ്ങികളും എല്ലാം കൂടി ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് കളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വരാൻ പോകുമ്പോൾ അതിൻ്റെ പറയുന്ന കോൺസിക്വൻസസ് എത്രത്തോളം വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന വരും വരാഴികൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് നല്ല ദീർഘവീക്ഷണമുള്ള ആളുകൾ തന്നെയാണ് സതീശൻ അടക്കമുള്ള ഈ പറയുന്ന മുതിർന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും. അപ്പം അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മന്ത്രിയായിട്ട് അല്ലെ പ്രതിപക്ഷ നേതാവായിട്ട് തങ്ങളുടെ ഓപ്പോസിറ്റ് ലീഡറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം ചോദ്യം ചെയ്യും. തങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളെ പറ്റിയും അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മുൻപിൽ ഒരു കൊള്ളരുതായ്മ അല്ല ഉടായ്പ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വിടുമോ? ഇല്ല. അയാളത് വലിച്ചു കീറുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പ്രതിപക്ഷ നേതാവാക്കി ഇരുത്താനായിട്ട് സമ്മതിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കമ്മികളുമായിട്ടൊരു ലയനത്തിൽ ഏർപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കമ്മികളുമായിട്ടൊക്കെ ലയിച്ച് ചേർന്നിട്ട് എന്തൊക്കെയോ ഒരു തീരുമാനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മാനസികമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഇവർക്ക് ഫേവറിസം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരെ ചേർത്ത് പിടിക്കുന്ന, ആരെയാണ് കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുന്ന, അവരോട് വലിയ ചായ്വുള്ള ആളുകളെ ഇവർക്കൊരു പ്രതിപക്ഷ നേതാവായിട്ട് കിട്ടും. അപ്പോൾ എന്താണ്, അങ്ങോട്ട് വേണ്ടി ചായ കുടിച്ച് എന്ത് കാര്യങ്ങളും ചെയ്യും, ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. അതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് UDF-ൻ്റെ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: പുറത്ത് വീരവാദം, അകത്ത് ചങ്കിടിപ്പ്. UDF ഗ്രൂപ്പിലെ ചർച്ച ചോർന്നു, പിണറായി വന്നാൽ പണിയാകുമോ? ചാറ്റ് സ്ക്രീൻഷോട്ട് പുറത്ത്. അതിൽ പോസ്റ്റിൽ ഇങ്ങനെയാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് എടുത്തിട്ടാണ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. ഒരാൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്, പണിയാവുമോ മുഖ്യനല്ലാത്ത പിണറായി സീനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. നമ്പർ സഹിതമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മണ്ടന്മാരാരോ അത് ക്രോപ്പ് ചെയ്ത് നമ്പർ ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വന്നിരിക്കുന്നതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിൽ ആ നമ്പറുണ്ട്. എന്തായാലും ഇപ്പോൾ അവന് കോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ പോസ്റ്റിൽ പറയുന്ന ഒരു നോട്ടുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ വെല്ലുവിളികളുമായി UDF സൈബർ പോരാളികൾ സജീവമാകുമ്പോഴും പാർട്ടിയിലെ ആന്തരിക ഗ്രൂപ്പുകളിൽ കടുത്ത ആശങ്കയെന്ന് സൂചന.
പിണറായി വിജയൻ പ്രതിപക്ഷ നിരയിലേക്ക് എത്തുന്നത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന് UDF അണികൾ ഭയപ്പെടുന്ന വാട്സാപ്പ് ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണിയാകുമോ എന്ന അണികൾ UDF സൈബർ ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയുടെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത് സംബന്ധിച്ച വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് പണിയാകുമോ എന്ന അണികൾ പരസ്പരം ചോദിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ്. മുഖ്യനല്ലാത്ത പിണറായി സീനാണ് എന്ന മറുപടിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ UDF എത്രത്തോളം ഭയപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു. പുറത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പിണറായി വിജയന്റെ കരുത്തിനെ ഉള്ളാലെ ഭയപ്പെടുന്ന UDFന്റെ ഇരട്ടത്താപ്പാണ് ഇതോടെ വെളിച്ചത്തായിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ പുറമേ കാണിക്കുന്ന ആത്മവിശ്വാസം എന്ന ചോദ്യവുമായി ഇടതുപക്ഷ അനുകൂലികൾ സ്ക്രീൻഷോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഇത്രയധികം ഭയമുള്ള ഒരാളുകൾ, ഇവർ VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ്. ആർക്കും ഒരു പേടിയില്ല. പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അയാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഉള്ളിൽ നല്ല ഭയമുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ അണികൾക്ക് ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, നല്ല വിഷനുള്ള ഒരാളാണ്. എന്തെങ്ങനെ ചെയ്താൽ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ നല്ല വിഷനുള്ള ഒരാളാണ്. എന്തായാലും മറ്റുള്ള ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ വർഗീയതയുമായിട്ട് ചേർന്നുകൊണ്ട്, വർഗീയത പരത്താൻ ശ്രമിക്കുന്ന ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സഖ്യം ചേരാതിരിക്കട്ടെ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെയായിരിക്കാം VD സതീശൻ്റെ പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പഴയ മുഖ്യമന്ത്രി വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട്, ഓപ്പോസിറ്റ് ലീഡറായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഭയമാണല്ലേ, അങ്ങനെ വരുന്നതിനെപ്പറ്റി എന്തുമാത്രം പേടിയാണല്ലേ ഇവർക്ക്. ആ പേടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്തായിരുന്നു എന്നുള്ളത്. പാർട്ടിക്ക് അപ്പുറത്തേക്ക് വേറൊരു ജീവിതമില്ലാത്തൊരു മനുഷ്യൻ, പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ, അതായിരുന്നു സഖാവ് പിണറായി വിജയൻ. ഞാൻ എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി സജി ചെറിയാൻ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വരണ്ട എന്നുള്ളൊരു വാർത്തയെപ്പറ്റി സജി ചെറിയാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അതുകൊണ്ടൊന്ന് കേൾപ്പിച്ചു തരാം. പറയാൻ പാടില്ലാത്തൊരു വാർത്ത ഇന്നലെ പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ എടുത്തു തെറ്റായി അങ്ങനെ ചർച്ച വന്നിട്ടില്ല. കേരളത്തിൽ CPIM-ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് മുന്നണിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്നതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു ഏറ്റവും നന്നായി ഭരിച്ച, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഒരാളെന്ന് ഇന്ത്യയിലെ എല്ലാവരും സംബന്ധിച്ച ഒരാള് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായെന്ന് കണ്ടിട്ട് അപകടമാണെന്ന് ഇവിടെ ആരോ സംസാരിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്. എത്ര മോശപ്പെട്ടൊരു വാർത്തയാണ്. ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ പോകുന്ന VD സതീശൻ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയ നേതാവാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരള നിയമസഭയിലേക്ക് ജയിച്ചു. അദ്ദേഹം മത്സരിപ്പിച്ചതും അദ്ദേഹം കേരളത്തെ നയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജയിച്ചു വന്നവരാണ്. നിയമസഭയിലുള്ളപ്പോ ഞങ്ങൾ ആലോചിക്കുന്ന എന്താ, ആ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി തന്നെ വരണം. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പല കാര്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനും കേരളത്തിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഭാവി കേരളം, ഞങ്ങൾ സ്വപ്നം കാണുന്ന നവകേരളം സൃഷ്ടിക്കാനും അതിനുവേണ്ടി ഞങ്ങളുടേതായ പങ്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിർവഹിക്കാനും വേണ്ടി അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാള് നിയമസഭയിലുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവാക്കുമ്പോൾ എത്ര ലജ്ജാകരമായ അഭിപ്രായമാണ് CPM-നകത്ത് പറഞ്ഞത് എന്ന തരത്തിൽ ഇന്നലെ പത്തനംതിട്ടയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ തെറ്റായി ഉള്ള വ്യാഖ്യാനം, അങ്ങനെ പ്രചരണം കൊടുക്കാൻ പാടില്ല. കാരണം നാളെ VD സതീശൻ ഭരണം നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ എതിർക്കത്തില്ല. അതുകൊണ്ട് കാര്യം എന്താ, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരു വാർത്താമാധ്യമം വലിയ തരത്തിൽ ഇന്നലെ 1-2 മണിക്കൂറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്ര മോശക്കാരാണോ പിണറായി വിജയൻ? അത്ര ഭരണപരമായ പരിചയമില്ലാത്ത ആളാണ് പിണറായി വിജയൻ? എന്തായാലും ഇന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ 10 വർഷമായിട്ട് കേരളത്തിൽ നടന്ന ഈ അടിസ്ഥാന വികസനം, ക്ഷേമ പ്രവർത്തനം, ഇന്ത്യയിലെ നീതി ആയോഗിന്റെ അടക്കമുള്ള അംഗീകാരങ്ങൾ എല്ലാ മേഖലയും ഞങ്ങൾ വാങ്ങിയത്. ഇപ്പൊ ഞാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കണ്ടില്ലേ, സജി ചെറിയാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമ പാപ്പരാസികൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ കടുത്ത അതൃപ്തി, ഇതൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണ്. പേടി കൊണ്ട് ആരെയോ അനുകൂലിക്കാനോ ആർക്കോ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്നതിന് ശേഷം എത്രയെത്ര മേഖലകളാണല്ലേ ഇമ്പ്രൂവ് ആയിരിക്കുന്നത്, അല്ലെ എത്രയെത്ര മേഖലകളിലാണല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത്. എത്രയോ മേഖലകൾ, നമുക്ക് വിരലിലെണ്ണാൻ പറ്റാത്തത്രയും മേഖലകൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാന കാര്യമായിട്ടുള്ളത്, അല്ലെ പ്രധാന കാരണമായിട്ടുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു. ഞാനപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടൊരു പോസ്റ്റ് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നത്, വോട്ടർമാരോടൊരു ചോദ്യം. സഖാവ് പിണറായി വിജയൻ, അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനെ നിങ്ങൾ തോൽപ്പിച്ചത് എന്തിനായിരുന്നു? റോഡുകൾ, കേരളം കണ്ട ഏറ്റവും മികച്ച റോഡ് വികസനം നടത്തിയതിനോ? ലൈഫ് മിഷൻ, ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് വീട് നൽകിയതിനോ? പെൻഷൻ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ വീട്ടിലെത്തിച്ചതിനോ? സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളെ ഹൈടെക് ആക്കി മാറ്റിയതിനോ? എന്താ അല്ലേ, നല്ലതിനെ കളഞ്ഞിട്ട് തിരഞ്ഞെടുത്ത ടീമാണെങ്കിൽ മുഖ്യമന്ത്രി കസേര കളി കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് പോസ്റ്റ് വന്നിട്ട് എന്തായാലും ഇപ്പോൾ ഒരു 3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത് പറയുമ്പോഴും പലരും വന്നിട്ട് കമൻ്റ് ഇടുന്നതാണ്, അതായത് ഇതൊന്നും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്തതൊന്നുമല്ല, ഇതൊക്കെ ജനങ്ങളുടെ നികുതിപ്പണമാണെന്ന്. നിങ്ങളുടെ തലയിൽ തലച്ചോറിന് പകരം ചാണകച്ചോറോ അല്ലെങ്കിൽ ചകിരിയോ ഇരിക്കുന്ന നിന്നോടൊന്നും എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഇവന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെ സാമാന്യ ബോധം ഇല്ല. ഇതൊന്നും പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുത്തു വിട്ടാന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെ ആരും പറയുന്നില്ല. പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടിയിലെ നേതാക്കന്മാർ പോലും പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ച ഒരു സർക്കാരിനെ പറ്റി പറയുമ്പോൾ എന്തിനാണല്ലേ ഇങ്ങനത്തെ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്? ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഈ പണമെല്ലാം വിനിയോഗിച്ചിരിക്കുന്നത്? 7,000 കോടി അല്ല 8,000 കോടിയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴും ആ കിട്ടിയിരിക്കുന്ന അത്രയും പണവും ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഒന്നും മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ ധർമ്മടത്തെ വീട്ടിലേക്ക് കൊണ്ട് അവിടെ AC വെക്കാനോ വീട് പണിയാനോ പുതുമോടി പിടിപ്പിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇരിക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങൾക്കും വേണ്ടി, അവർക്കെല്ലാം അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി എല്ലാം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ. അതിനെപ്പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യരെ അറിയാവുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾക്ക്. പാർട്ടിപരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യത്വപരമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ കുരു പൊട്ടുന്ന വിരളി പിടിക്കുന്നവന്മാർ ആ സൈഡിലോട്ട് മാറി നിൽക്കുക. നിങ്ങൾക്ക് ഓടാനുള്ള പുത്തരിക്കണ്ടം മൈതാനം റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.